ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് ജേതാവ് ജിൻഡോ സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായ ജോഷി എന്നിവർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. പിടിയിലായ പ്രതി തസ്ലിമ സുൽത്താനുമായി ഇരുവർക്കുമുള്ള ഇടപാടുകളിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യൽ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ, ഇന്നലെ തുടങ്ങിയ മൊഴിയെടുക്കലാണ്, ചോദ്യം ചെയ്യലാണ്. ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരും വരുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ? ഇന്നലെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ട്, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഇന്നലെ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ മനസ്സിലായത്, ഇന്നലെ വിളിച്ചു വരുത്തിയ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസി എന്നിവരുമായി ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ ഇവർക്ക് രണ്ടുപേർക്കും ബന്ധമില്ല എന്നാണ് എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗം തനിക്കൊരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് ഷൈനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതടക്കമുള്ള വിവരങ്ങൾ ശരണ്യ നൽകും. ശരണ്യ, പറഞ്ഞോളൂ. ശ്രീജ, ഇന്നലെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഇവർ മൂന്നുപേരെയുമാണ് എക്സൈസ് 10 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തത്. ഇതിൽ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച, അതായത് ലഹരി ഇടപാടുകൾ, പെൺവാണിഭ ഇടപാടുകളെ സംബന്ധിച്ച ചില സ്ഥിരീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട, അതായത് ആലപ്പുഴയിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ ഇവർക്ക് പങ്കില്ല എന്നുള്ളതാണ് പ്രാഥമികമായുള്ളൊരു വിലയിരുത്തൽ. അതായത് നിലവിൽ അത്തരത്തിൽ ഉള്ള ഈ ആലപ്പുഴയിൽ എത്തിച്ച ലഹരി വസ്തു ഇവർ കൈപ്പറ്റിയതായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ എറണാകുളത്ത് കൈപ്പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടില്ല. ഈ ട്രാൻസാക്ഷൻ രേഖകൾ കൂടുതലും പെൺവാണിഭ ഇടപാടുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുള്ള സഹായവുമാണ് എന്നുള്ളതാണ് ഈ സൗമ്യയുമായിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഇവർക്ക് അതിനകത്ത് പങ്കില്ല എന്നുള്ള നിഗമനത്തിൽ എക്സൈസ് പോകുമ്പോഴും ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലാണ്. സംശയ ദൂരീകരണം പൂർണ്ണമായി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ചോദ്യം ചെയ്യലിന് ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും നടന്മാരെ എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഇന്നലെ ഷൈനെ ഈ ചോദ്യം ചെയ്യലിനിടയിൽ തന്നെ പലതവണ അസ്വസ്ഥത, ഡി അഡിക്ഷൻ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഷൈനെ, വിഡ്രോവൽ സിൻഡ്രോം പ്രകടിപ്പിച്ച ഷൈനെ പിന്നീട് വൈകിട്ട് കൂടി, അതായത് രാത്രി 7:30 ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ നേതൃത്വത്തിൽ തന്നെ മാറ്റി. ഷൈന്റെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ എക്സൈസ് ഓഫീസിൽ എത്തിയിരുന്നു. ഷൈനെ രാത്രിയോടുകൂടി തൊടുപുഴയിലെ സേക്രഡ് ഹാർട്ട് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസ് അവരുടെ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. എക്സൈസിന്റെ ഒരു മോണിറ്ററിംഗിൽ തന്നെയായിരിക്കും ഷൈന്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോയും ഭാസിക്കും ഇതിനകത്ത് ഈ ആലപ്പുഴയിൽ എത്തിയ കഞ്ചാവുമായുള്ള ബന്ധമില്ല എന്നുള്ളൊരു വിവരം ആണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ഇന്ന് ബിഗ് ബോസ് താരം ജിൻഡോയെയും ഒപ്പം തന്നെ നിർമ്മാണ സഹായിയായ ജോഷിയുമാണ് ചോദ്യം ചെയ്യുന്നത്. ജിൻഡോയ്ക്ക് ഈ തസ്ലിമയുമായും ഒപ്പം തന്നെ സൗമ്യയുമായും പണമിടപാടുകൾ ഉണ്ട് എന്നുള്ളതാണ് എക്സൈസ് സംഘം സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പണം എന്തിനു നൽകി, എന്തായിരുന്നു ഇടപാടുകൾ എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും വിശദമായ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സൗമ്യ, ശ്രീജ. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.